യെസ് ക്യുസാറ്റ് ക്യാറ്റ് 2025 മുമ്പായിട്ട് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എക്സാമിന് 30 മിനിറ്റ് മുമ്പ് തന്നെ ആ ഒരു വെന്യൂവിൽ റിപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. 15 മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ പിന്നീട് എൻട്രി ചെയ്യിക്കുന്നതല്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, ലൈക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ കോളേജിൻ്റെ ID കാർഡോ പാസ്പോർട്ടോ ആധാർ കാർഡോ ആധാർ കളർ പ്രിൻ്റ് ഔട്ടോ പാൻ കാർഡോ അല്ലെങ്കിൽ ഡിജി ലോക്കർ ഡോക്യുമെൻറ്റോ കൊണ്ടാവാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ഫോട്ടോ കോപ്പീസോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കോപ്പീസോ ഒന്നും അനുവദിക്കില്ല. ഫോണിൽ ഇതൊന്നും കാണിച്ചു കൊടുത്താലും സമ്മതിക്കില്ല. ഇതിൻ്റെ ഒറിജിനൽ തന്നെ വേണം കേട്ടോ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റൈറ്റ് ആൻസറിന് 3 മാർക്കും, തെറ്റിപ്പോയാലും -1 മാർക്കുമാണ്. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യുസാറ്റിൻ്റെ ആ ഒരു ഇതായിട്ട് കൂടുതൽ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് പ്യുവർലി ഒരു താൽക്കാലികമാണ്. ഈ അഡ്മിറ്റ് കാർഡ് കിട്ടി എക്സാം എഴുതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പാവുന്നില്ല. നിങ്ങൾക്കറിയാം, എക്സാമിന് എലിജിബിൾ ആവണം, റാങ്ക് ലിസ്റ്റിൽ പേര് തന്നെ മാത്രമല്ല നമ്മൾ അതനുസരിച്ചിട്ടുള്ള റാങ്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ ഇപ്പോൾ പറയുന്ന ഓരോ കോഴ്സിനും ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജൊക്കെ വേണം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഈ അഡ്മിഷൻ ആവുന്നതിന് മുമ്പ് തന്നെ നേടിയിട്ടുണ്ടാവണം കേട്ടോ. ഇനി ആർക്കെങ്കിലുമൊക്കെ അത് പ്രത്യേകിച്ച് ഡിഗ്രിക്കാരോടൊക്കെയാണ്, അവരിപ്പോൾ റിവാലുവേഷനോ അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് വരാനൊക്കെ താമസിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അഡ്മിഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇതൊക്കെ നിങ്ങൾ കാണിച്ചാൽ മതിയാവുന്നതാണ് കേട്ടോ. അതായത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് വേണമെന്ന് ഓരോ കോഴ്സിനും പറയുന്നുണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആൾമാറാട്ടം ലീഗലി പണിഷബിൾ ഒഫൻസാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യുക. പിന്നെ എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ആ ഓൺലൈൻ ടെസ്റ്റിൻ്റെ സമയത്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ചെയ്യണ ആ ഒരു ഇൻസ്ട്രക്ഷനെ നിങ്ങൾ എന്താണോ ഫോളോ ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവേണ്ട. എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അദ്ദേഹം അത് കറക്റ്റായിട്ട്, അവിടെ നിൽക്കുന്ന സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അദ്ദേഹം അത് കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ID പ്രൂഫ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് കിടപ്പുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് സീലും സൈനും വെച്ചിട്ട് കൊണ്ടുവരില്ല. അതുപോലെ നിങ്ങൾ ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ കൊണ്ടുവരാം. അത് ഷെയർ ചെയ്യാനൊന്നും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയോ സിഗ്നേച്ചറോ അത് മനസ്സിലാവാത്ത രീതിയിലാണെങ്കിൽ, അതായത് ഒട്ടും നിങ്ങളുടെ ഫോട്ടോ മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ സിഗ്നേച്ചർ മനസ്സിലാവുന്നില്ല അഡ്മിറ്റ് കാർഡിലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെ ഏതാണോ ക്ലിയർ അല്ലാത്തത്, ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ ഒട്ടിക്കുക, സിഗ്നേച്ചർ ആണെങ്കിൽ സിഗ്നേച്ചർ ഇട്ടിട്ട് അതൊരു ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സീലും സൈനും ഒക്കെ ഒപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവരാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. ഒരെണ്ണം അവിടെയുള്ള ഇൻവിജിലേറ്റർ, അതായത് അവിടെ നിൽക്കുന്ന സാറിൻ്റെ അടുത്ത് നമ്മൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള സാറിനെ ഏൽപ്പിക്കുകയും വേണം കേട്ടോ. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളുടെ ഫോട്ടോ ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ സിഗ്നേച്ചർ ആണ് എന്ന് മനസ്സിലാവാത്ത രീതിയിലാണെങ്കിലാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ചെറിയൊരു ഇതൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് മനസ്സിലാവണം, നിങ്ങളുടെ ആണെന്ന് മനസ്സിലാവണം കേട്ടോ. ഇനി മറ്റു കാര്യം പറഞ്ഞേക്കുന്നത്, ബയോമെട്രിക് ക്യാപ്ചറിങ് ഓഫ് ഫോട്ടോ ഫിംഗർ പ്രിൻറ്റ് ഓഫ് എ കാൻഡിഡേറ്റ് ഈസ് മാൻഡേറ്ററി. ദ കാൻഡിഡേറ്റ് അറ്റംപ്റ്റിംഗ് എനി മാൽ പ്രാക്ടീസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടെസ്റ്റ് വിൽ, അതായത് നമുക്കറിയാമല്ലോ മാൽ പ്രാക്ടീസ് ഒന്നും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വിൽ നോട്ട് അലൗ ടു ലീവ് ദ എക്സാമിനേഷൻ ഹാൾ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ഷെഡ്യൂൾഡ് ഡ്യൂറേഷൻ ഓഫ് ടെസ്റ്റ്. ആ ടെസ്റ്റിൻ്റെ സമയം കഴിയാതെ എക്സാമിനേഷൻ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. യൂസ് ഓഫ് ബുക്സ്, റൈറ്റിംഗ് പാഡ്സ്, നോട്ട് ബുക്സ്, ലോഗരിതം ടേബിൾ, watches of all types, any kind of electronic devices such as scientific data book, calculator, mobile phone, pen, scanner, അതുപോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അവിടെ എക്സാം ഹാളിൽ അനുവദനീയമല്ല കേട്ടോ. ബുക്സുകൾ കൊണ്ടുപോകണ്ട, റൈറ്റിംഗ് പാഡ്സ് കൊണ്ടുപോകരുത്, നോട്ട്ബുക്ക് കൊണ്ടുപോകരുത്, ലോഗരിതം ടേബിൾസ് കൊണ്ടുപോകരുത്, വാച്ച് അലൗഡ് അല്ല. അവിടെ വാച്ചൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് സമയമൊക്കെ അറിയാനൊക്കെ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസോ ഒന്നും നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല കേട്ടോ. കാൽക്കുലേറ്റർ ഉൾപ്പെടെ ഒന്നും അതിൽ നിങ്ങൾക്ക് കയറ്റാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. റഫ് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലാങ്ക് ഷീറ്റ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും, അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ അതിൽ കാൻഡിഡേറ്റ് ഷുഡ് റൈറ്റ് ഹിസ് റോൾ നമ്പർ ഓൺ ഓൾ ദ ബ്ലാങ്ക് ഷീറ്റ് ഗീവൻ ഫോർ റഫ് വർക്ക്. അപ്പോൾ അത് ഓർക്കുക കേട്ടോ. നിങ്ങൾ ആ ഒരു റഫ് വർക്ക് ചെയ്യാൻ തരുന്ന ഇതിൽ നിങ്ങളുടെ ഷുഡ് റൈറ്റ് ഹിസ് റോൾ നമ്പർ എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ.
ദ ഷീറ്റ് സപ്ലൈഡ് ഹാസ് ടു ബി റിട്ടേൺ ടു ദ ഇൻവിജിലേറ്റർ ഓൺ കംപ്ലീറ്റഡ് ഓഫ് ഈച്ച് ടെസ്റ്റ്. നിങ്ങൾ അത് കഴിയുമ്പോൾ തന്നിരിക്കുന്ന ഷീറ്റ് തിരിച്ച് അവിടെ ഇൻവിജിലേറ്ററിനെ ഏൽപ്പിക്കേണ്ടതുമാണെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ, അവർക്ക് സ്ക്രൈബ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ഡെസ്ക് ത്രൂ ദയർ രജിസ്റ്റേർഡ് ഇമെയിൽ ID അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ആ ഒരു കാര്യങ്ങൾ തന്നെ ചെയ്യുക. പിന്നെ കാൻഡിഡേറ്റ് ഫൗണ്ട് കോപ്പിയിങ് ഓർ റിസോർട്ടിങ് ടു എനി അൺഫെയർ മീൻസ് ഇൻക്ലൂഡിങ് സീക്കിംഗ് ഹെൽപ്പ് ഫ്രം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ സൈലൻസ്, കംപ്ലീറ്റ് സൈലൻസ് കീപ്പ് ചെയ്യുക ഡ്യൂറിങ് എക്സാം ടൈം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ എനി ഫോം ബിറ്റ്വീൻ കാൻഡിഡേറ്റ്സ് ഓർ ഔട്ട്സൈഡേഴ്സ് വിൽ ബി, അതൊക്കെ നിങ്ങൾക്ക് അറിയാം, മാൽ പ്രാക്ടീസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓൾ കൈൻഡ്സ് ഓഫ് പേഴ്സണൽ ബിലോങ് ടു അതർ ദാൻ പെൻ ഷാൽ ബി കെപ്റ്റ് ഔട്ട്സൈഡ് ദ എക്സാമിനേഷൻ ഹാൾ അറ്റ് കാൻഡിഡേറ്റ്സ് ഓൺ റിസ്ക്. Candidates are advised not to bring such personal belong to test center, as university or examination center shall not be responsible for any loss. അതായത് നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ തന്നെ കീപ്പ് ചെയ്യുക. അത് യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ ആ ഒരു സെൻറ്ററിനോ അതിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ദേ അപ്രോച്ച് ദ ചീഫ് സൂപ്രണ്ടൻറ്റ് ഓഫ് വെന്യൂ ഇൻ കേസ് ഓഫ് എനി ഡിഫിക്കൽറ്റി ആൻഡ് ഷുഡ് abide by his her instruction and decision. Complaints if any regarding the examination should be given in writing to chiefs. അതായത് അവിടെ ഒരു സർ ഉണ്ടാവും, അദ്ദേഹത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എക്സാം നടത്തിപ്പിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് അവിടെ കൊടുക്കുക എന്നുള്ളതാണ്, റൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അതുപോലെ റിസൾട്ട്, ഷെഡ്യൂൾ ഓഫ് അലോട്ട്മെൻറ്റ്, അഡ്മിഷൻ വിൽ നോട്ട് ബി കമ്മ്യൂണിക്കേറ്റ് ഇൻഡിവിജ്വലി. കാൻഡിഡേറ്റ് ഷാൽ, അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ റിസൾട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പേഴ്സണലി മെസ്സേജ് ചെയ്യാറില്ല, എല്ലാം കിസാറ്റിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് അറിയുന്നത്. സോ നിങ്ങൾ റെഗുലറായിട്ട് കിസാറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻസ്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നെറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ അല്ലാതെ കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളവിടെ പറയാവുന്നതാണ്. അത് ഓക്കെ ആക്കിയിട്ടുള്ള ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. കൂളായിട്ടിരിക്കുക, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു സർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ട് എഴുതി കൊടുക്കുകയോ അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ എഴുതുക. ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.